അപ്പു ചാട്, വെള്ളത്തിൽ ചാട്, ചാടി ചാട്, ചാടിക്കോ. മണികണ്ഠൻ, എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ? പാമ്പൻ ഹലോ യൂട്യൂബ്, ഗസ് വേഴാമ്പായി. ഞാനിപ്പോൾ ഒരു ഐലൻഡിനുള്ളത്. ഐലൻഡിൻ്റെ പേരെന്ന് വെച്ചാൽ ധനുഷ്കോടി. എല്ലാവർക്കും അറിയായിരിക്കും ധനുഷ്കോടി. ഇന്ത്യയുടെ തന്നെ സൗത്ത് ഈസ്റ്റിലെ ഏറ്റവും എൻഡിലുള്ള. നമസ്കാരം സുഹൃത്തുക്കളെ, സമയം രാത്രി 1 മണി. നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. യാത്ര പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. അതെ, ധനുഷ്കോടി ഇന്ത്യയുടെ തെക്ക് കിഴക്കുള്ള ഏറ്റവും എൻഡ് പോയിന്റ്, അതാണ് ധനുഷ്കോടി. ട്രാവലിംഗ് നമ്മുടെ കാറിൽ തന്നെയാണ്, എൻ്റെ ഫാമിലിയും മാമൻ്റെ ഫാമിലിയും. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ തമിഴ്നാടിൻ്റെ റോഡ് സൈഡുകളെല്ലാം ഇതുപോലെ കാറ്റാടി പാടങ്ങളും നോക്കത്താ ദൂരത്തോളം കൃഷിയിടങ്ങളും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങ് ദൂരെ ചുവന്ന പൊട്ടുകൾ പോലെ ഈ കാറ്റാടി പാടങ്ങളിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് കാണാം. നമ്മളിതുപോലെ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടെയാണ് പോകുന്നത്, കാരണം റൂട്ടിലുള്ള ആർക്കും വഴി അറിയത്തില്ല. ഹൈവേകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, എല്ലാ വണ്ടികളും ഇതുപോലെ ബ്രൈറ്റ് അടിച്ച് വരത്തുള്ളൂ. നമുക്കാണെങ്കിൽ റോഡ് നേരെ കാണാൻ കഴിയത്തോലുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോടെ അടുത്തു. നമുക്ക് ദൂരെ കാണാം സൂര്യൻ ഇങ്ങനെ ചുവന്ന കളറിൽ ഉദിച്ചു വരുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ദേ കുറച്ച് ആട്ടിൻകുട്ടികൾ. ഇവിടെ തമിഴ്നാട് കർഷകർ ഇതുപോലെ ആട്ടിൻകുട്ടികളുമായിട്ട് റോഡിൽ നടക്കുന്നത് വളരെ നോർമലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. നമ്മുടെ ഫാമിലി മിക്ക തവണ യാത്ര ചെയ്യുമ്പോഴും മാമനും മാമിയും അപ്പുവും മണികണ്ഠനും കൂടെ മിക്കപ്പോഴും നമ്മൾ ഒരുമിച്ചേ പോകത്തുള്ളൂ യാത്ര. ഇതൊരു ഹോൾ ഫാമിലി പാക്കേജായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇത്തവണ കാത്തിയുടെ മിസ്സിംഗ് ഉണ്ട്. സാരമില്ല, കാത്തിയെ ഞാൻ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. ഞാൻ ഈ വരുന്ന 20-ാം തീയതി അങ്ങ് ഫ്രാൻസിലോട്ട് പോകുന്നുണ്ട്. കാത്തിയെ നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. തമിഴ്നാടുകളിലെ കാഴ്ചകൾ കിലോമീറ്ററുകളോ ദൂരം ഇങ്ങനെ തന്നെയാണ്. സ്ട്രെയിറ്റ് റോഡുകളും ഇരു സൈഡിലും പച്ചപ്പും പാടങ്ങളും. എന്തായാലും ഇത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ തന്നെയാണ്. ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിനേക്കാളും കുറച്ചുകൂടെ ഒരു കേരളീയത തോന്നുന്നുണ്ട്. നാളെ ക്ലാസ്സില്ലേ, കട്ടടിച്ച് പോകണം. ഈ കാറൊക്കെ കൊണ്ട് പറഞ്ഞു വായിക്കേണ്ടി വരും. നാളെ തന്നെ പൊക്ക് കൊറിയൻ പോയി മണികണ്ഠൻ. ഇപ്പോൾ ഇത് നല്ല പരിപാടി ആയിരിക്കും. ഇത്രയും പനോടൊക്കെ അല്ലേ ഇവിടെ. കാറിൻ്റെ സാരഥികൾ ഞാനും അച്ഛനും തന്നെയാണ്. നമ്മൾ മാറി മാറിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം ഞാൻ ഓടിക്കും, അതിനുശേഷം അച്ഛൻ ഓടിക്കും. എങ്കിലും കൂടുതൽ സമയം ഓടിച്ച അച്ഛൻ തന്നെയാണ്. അപ്പോൾ പാമ്പം പാലെത്തി ഭ്രാന്തി പോലെ ഇരിക്കും. മേക്കപ്പിന്റെ ബലത്തിലാണ് ഇപ്പൊ എല്ലാം. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 400 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് നമ്മൾ ധനുഷ്കോടി അടുക്കാറായി. ഈ കാണുന്നത് രാമേശ്വരം പാമ്പൻ പാലം. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഈ പാമ്പൻ പാലം. നിങ്ങൾക്ക് ഇടത് സൈഡിൽ കാണാൻ കഴിയുന്നതാണ് പഴയ പാമ്പൻ പാലം. ഇപ്പോൾ കാണുന്നത് റോഡ് മാർഗം കണക്ട് ചെയ്തിട്ടുള്ളതാണ്.
ധനുഷ്കോടി. ഇവിടെ നല്ല ശക്തമായ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വരെ പറന്നു പോകുന്നുണ്ട്. അമ്മാതിരി കാറ്റാണ്. രാമേശ്വരവും ധനുഷ്കോടിയും സ്ഥിതി ചെയ്യുന്ന പാമ്പൻ ഐലൻഡിനെ ഇന്ത്യ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഈ പാമ്പൻ ബ്രിഡ്ജ്. ഇവിടെ ആദ്യം വന്നത് റെയിൽ ബ്രിഡ്ജായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന റോഡ് ബ്രിഡ്ജ് വന്നത്. റെയിൽ ബ്രിഡ്ജിലൂടെ ഇപ്പോൾ ഗതാഗതമില്ലെന്ന് തോന്നുന്നു. ഹലോ യൂട്യൂബ്, ഗസ് വേഴാമായി. ഞാനിപ്പോൾ ഒരു ഐലൻഡിനുള്ളത്. ഐലൻഡിൻ്റെ പേരെന്ന് വെച്ചാൽ ധനുഷ്കോടി. എല്ലാവർക്കും അറിയായിരിക്കും ധനുഷ്കോടി. ഇന്ത്യയുടെ തന്നെ സൗത്ത് ഈസ്റ്റിലെ ഏറ്റവും എൻഡിലുള്ള പോയിൻ്റാണ് ധനുഷ്കോടി. ഇവിടെ ഒരു അപ്പൂപ്പൻ കുറച്ച് മാങ്ങയും മുളകുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. കഴിച്ചു നോക്കി കൊള്ളാമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ അതിനാ പുള്ളി പറയുന്നത്. എന്തായാലും കഴിച്ചു നോക്കി കൊള്ളായിരുന്നു, അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തു. ഇല്ലെങ്കിലും കൊടുക്കും. മാമി വൻ ഫോട്ടോ എടുക്കും. കൊള്ളാടെ ഇത്. ഇതെടുക്കാൻ ഒരു വഴിയില്ല. ഉൾപ്പെടാ മണികണ്ഠൻ, എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ? ഇതാണ് പാമ്പൻ ദ്വീപ്. ഏത് ദ്വീപ്? പാമ്പൻ ദ്വീപ്. ഇവിടെ വൺ രീതിയിൽ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ആൾക്ക് 10 വെച്ച് ഒരു 100 ഫോട്ടോയെങ്കിലും നമ്മൾ എടുത്ത് കാണും. എടാ പുളിപ്പില്ലേടാ? നല്ല രുചിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് കടിച്ചു കാണിച്ചേ. കമ്പി ഉണ്ട്, അല്ലെങ്കിൽ കമ്പി കുരുങ്ങി അതിനകത്ത് തിരിക്കില്ലേ? അപ്പനും എടുത്തു കുറച്ച്. ശരിയാവില്ല. ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച ഫോട്ടോകൾ നമ്മുടെ കുടുംബക്കാരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ഓരോന്ന് വെച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ ആദ്യം ഇപ്പോൾ പാസ് ചെയ്ത് പോയത് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്ക് കാരണം പിന്നീട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ ധനുഷ്കോടിയിലോട്ട് യാത്ര തിരിച്ചു. ധനുഷ്കോടിയിലേക്കുള്ള യാത്ര കുറേയധികം കിലോമീറ്റർ ഇതുപോലെ തന്നെയാണ്. നിവർന്ന് നേരെ സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. ഈ റോഡിൻ്റെ ഇരു സൈഡിലും നമുക്ക് സീ കാണാൻ കഴിയും. ഇതിൻ്റെ ഇടത് സൈഡിലാണെങ്കിൽ ബംഗാൾ ഉൾക്കടലും വലത് സൈഡിൽ ഇന്ത്യൻ ഓഷനുമാണ്. അറ്റ്മോസ്ഫിയർ മിക്കവാറും ഒരു വരണ്ട ക്ലൈമറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഉച്ച സമയം ആയതിനാൽ നല്ല ചൂടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. ധനുഷ്കോടി എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇടത്തോട്ടൊരു കട്ടെടുത്തു. ഇങ്ങ് കുറച്ച് ദൂരെ ഇടത് സൈഡിൽ ഒരു പാലം കണ്ടു. പാലത്തിന് കുറച്ചപ്പുറത്തെ നല്ല തിരക്ക് കാണുന്നുണ്ട്. അവിടെ എന്തോ ഒരു അമ്പലമോ അമ്പലം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി പിന്നീട് വീണ്ടും യാത്ര തുടരാമെന്ന് കരുതി. ബേ ഓഫ് ബംഗാളിന് കുറുകെ കിടക്കുന്നൊരു പാലമാണ്. അങ്ങ് ദൂരെ ഒരു ക്ഷേത്രമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ട് ഈ സമയത്ത്. ഉച്ച സമയമുണ്ട്, പക്ഷെ നല്ല തിരക്കാണ്. കാറുകളും ഓട്ടോറിക്ഷകളും എല്ലാം കൊണ്ടിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു അമ്പലം തന്നെയാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്.
ഇവിടെ എന്തോ പൂജയോ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു അമ്പലം കണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നോ മുടിഞ്ഞ തിരക്ക്. നമ്മൾ ഇന്നലെ രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1 മണിക്ക് ട്രാവൽ ചെയ്ത് ഏകദേശം 7-8 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ രാവിലെ 9 മണിയായി. സോ അപ്പോൾ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ഡ്രൈവ് ഞാനും കുറച്ച് ചെയ്തു, അച്ഛനും കുറച്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണ് മൊത്തം പഴുത്ത് ചീഞ്ഞിരിക്കുക. അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വയ്ക്കും. ഇവിടെ നല്ല തിരക്കുണ്ട്, വണ്ടി അനങ്ങുന്നേയില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മളധികം അവിടെ വണ്ടി തിരിക്കാൻ പോലും സൗകര്യമില്ല. അപ്പോൾ നമ്മളധികം സമയം അവിടെ നിന്നില്ല, തിരിച്ചു പോവുക. പിന്നെ നേരെ ധനുഷ്കോടിയിലോട്ട് പോവുക. അവിടെ ഗോസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഒരു പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നു, ഇപ്പോൾ താമസയോഗ്യമല്ലാത്തൊരു പ്രദേശമുണ്ട് കാണാൻ പരിപാടി. അപ്പോൾ അത് കാണാൻ പോകുന്നു. എന്നിട്ട് ബാക്കി നോക്കണം. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. സത്യം പറഞ്ഞാൽ ഈ റോഡ് നല്ല സ്ട്രെയിറ്റ് റോഡാണ്, വേണമെങ്കിൽ പറപ്പിക്കാൻ പറ്റിയ റോഡാണ്. പൈമരൊക്കെ ബൈക്ക് റൈഡേഴ്സോ വിത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറപ്പിച്ച് വിടാൻ പറ്റിയ റോഡാണ്. കാരണം ഫുൾ സ്ട്രെയിറ്റ്. വേറെ ഇന്നത്തെ ദിവസം വണ്ടികളുണ്ട്, സാധാരണ ദിവസം ഇവിടെ അധികം വണ്ടികൾ കാണത്തില്ല. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എത്തി. ധനുഷ്കോടിയിലുള്ള പ്രേത നഗരം എന്നറിയപ്പെടുന്ന ഗോസ്റ്റ് സിറ്റി. സോ ആക്ച്വലി ഇതൊരു വില്ലേജ് ആയിരുന്നു. 1964 സൈക്ലോൺ ഒന്നിൽ പെട്ട് ഇവിടുത്തെ 1000-ലധികം ആൾക്കാർ മരിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് മാത്രം കുറച്ച് റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ കുറച്ച് ബിൽഡിങ്സ്, ബാക്കി ഒരു ചർച്ച്, അങ്ങനെ കുറച്ച് ബിൽഡിങ്സ് മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാണാനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ കടലിൽ നിന്നുള്ള വസ്തുക്കൾ വെച്ചുള്ള മാലകളും, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള മാലകൾ, മോതിരങ്ങൾ, മറ്റുള്ള ടൈപ്പ് ചെയിൻസ്, അതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വാങ്ങാൻ നല്ല ആൾക്കാരും അത്യാവശ്യം നല്ല തിരക്ക് കൂടെ ഉണ്ട്. കാത്തിയും അമ്മയൊക്കെ, അവളുടെ അമ്മയൊക്കെ ഈ ടൈപ്പ് സാധനങ്ങളുടെ വലിയ ഫാൻസാണ്. സോ അവർക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ഷെൽസോ ശംഖ് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോകുമല്ലേ, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തിനാണ് പറ, എന്താന്ന് പറ. ചരിത്ര പ്രാധാന്യം പറയും. ഈ ഇതാ, ഇത് വാട്ടർ ടാങ്ക് അല്ലേ? എന്താ കേട്ടില്ല, എന്താ ഇത്? പഴയ റെയിൽവേ സ്റ്റേഷൻ. ഇതിന് മുകളിൽ കൂടെയാണ് ട്രെയിൻ, താഴെയാണോ ട്രെയിൻ വരുന്നത്? ഇവിടെ ഈ കടലിൽ നിന്നും പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ചർച്ച്, വീടുകൾ, കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വളരെയധികം ജനങ്ങളും എല്ലാം താമസിച്ചിരുന്ന പ്രദേശം തന്നെയായിരുന്നു അത്. പെട്ടെന്നൊരു ദിവസം ഒരു സൈക്ലോണിലെല്ലാം ഒരു ദിവസം കൊണ്ട് ഒലിച്ചു പോയി. ഇവിടെ പിന്നെ കുറച്ച് അവശിഷ്ടങ്ങളും കുറച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ മാത്രം അവശേഷിച്ച ഒരു പ്രദേശമായി, അങ്ങനെ ഒരു പ്രേതനഗരമായൊരു പ്രദേശം തന്നെയാണിത് ധനുഷ്കോടി. പിന്നെ ഇവിടെ കുറച്ച് അമ്പലങ്ങളൊക്കെ കാണാം. രാമനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് രാമക്ഷേത്രം, പിന്നെ വേറെ കുറച്ച് ശിവക്ഷേത്രം, അങ്ങനെ കുറച്ച് അമ്പലങ്ങൾ ഇപ്പോഴും നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് വിശ്വാസികളും ടൂറിസ്റ്റുകളും എല്ലാം വന്ന് പോകുന്നുമുണ്ട്. ഇതിൽ തന്നെ വേണോ?
ഖ്യാത്തിക്കും അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ശംഖുകൾ, ഈ ശംഖുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ 1-2 മാല, അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. മാമിയുടെയും വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഇതെല്ലാം വലിയ ഇഷ്ടമാണ്. എന്തെന്ന് എനിക്കറിയില്ല. ഉച്ച സമയമല്ലേ, നമ്മളെല്ലാവരും ഓരോ നാരങ്ങ കാച്ചാന്ന് വിചാരിച്ചു. നാരങ്ങ വെള്ളം. പുള്ളിക്കാരൻ സോഡ നാരങ്ങ കൂടെ എന്നെ എടുക്കാൻ പറഞ്ഞു. പിന്നെ സോഡ നാരങ്ങ എടുത്തു. അപ്പൂവിന് വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ നിർബന്ധിച്ച് എന്നെ കുടിപ്പിച്ചു. ഇതുപോലെ ചൂട് സമയത്ത് ഒരു നാരങ്ങ ബെസ്റ്റാണ്. റെയിൽവേ സ്റ്റേഷൻ കണ്ടതിന് ശേഷം റോഡിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തപ്പോൾ അങ്ങനെ നമ്മളൊരു പള്ളി കണ്ടു. ഇത് ധനുഷ്കോടിയിലുണ്ടായിരുന്ന പ്രാർത്ഥനകളും എല്ലാം ആൾക്കാരെല്ലാം വന്നു പോയിരുന്ന ഒരു ചർച്ചാണ്. പക്ഷേ ചർച്ച് ഇപ്പോഴും നിലവിലുണ്ട്. ചർച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ടൂറിസ്റ്റുകൾ അതിന് മുന്നിൽ നിന്ന് സെൽഫികളൊക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചർച്ചിന് ചുറ്റുമായിട്ടൊരു ആളുകൾക്ക് നടന്നു പോകാൻ കണക്കിന് ഒരു കൈവഴി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അൾത്താരയ്ക്ക് ഇപ്പോഴും അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അൾത്താര പഴയതുപോലെ തന്നെ ഉണ്ട്. അത് വുഡിലാണെന്നാണ് തോന്നുന്നത്. അമ്മയും അച്ഛനും ഒക്കെ ചുമ്മാ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട്. മഞ്ജു, അതായത് എൻ്റെ അമ്മ, കുറച്ച് പോസിന് ഫോട്ടോയ്ക്ക് വേണ്ടി നടന്നു വരുന്നതാണ് ആ കാണുന്നത്. പുള്ളിക്കാരി ഫോട്ടോ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് വീഡിയോ ആയിപ്പോയി. അങ്ങനെ മെയിൻ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി ഫോട്ടോ സെഷനാണ്. വെറുതെ കുറേ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം. ഫോട്ടോ എടുപ്പ്, ഇതൊക്കെ എന്നാ പരിപാടി. ഇതെൻ്റെ അനിയൻ്റെ സ്റ്റൈലിഷ് വാക്കാണ്. അപ്പോ ചാട്, വെള്ളത്തിൽ ചാട്, ചാടി ചാട്, ചാടിക്കോ. ബുദ്ധിയില്ലാത്തപ്പോഴാണ് ചാട്. ഓ മൂഞ്ചിലേതാ ചേട്ടൻ കുറച്ച് മുങ്ജാലി കൊടുക്കും. ഇങ്ങോട്ട് പറഞ്ഞോളൂ. ചേട്ടനെ കണ്ടുവിടും. ഞാൻ വെളുത്തെ മാത്രം ഇടാവും. ഇത് അന്യഗ്രഹ ജീവിയല്ലാണേ. മാലയും കമ്മലും ഒക്കെ നോക്കിയിട്ട് അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെടുക. എനിക്ക് തലയിൽ കുത്തണ ഹെയർ പിന്ന് കാണുമായിരുന്നു. അങ്ങനെ തരാതെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അവിടെ കാണേണ്ട കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചെന്നപ്പോൾ അപ്പൂന്ന് വെച്ചാൽ എൻ്റെ കസിൻ, അവൾക്ക് ഈ സാധാരണഗതിയിലുള്ള മാലകളും വളകളും കല്ല് വെച്ച പരിപാടിയൊന്നും നമുക്ക് ഇഷ്ടമല്ല. അതാണ് മാമികൾ പരാതി പറയുന്നത്. തിരിച്ചു പോകുമ്പോൾ ഇവിടെ വേറൊരു സാധനം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഫിഷർമാൻമാർ ഫിഷ് പിടിച്ച് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ടോ കറിയായിട്ടോ നമുക്ക് ഇഷ്ടമല്ല തരും. നമ്മൾ മീൻ മാത്രം പറഞ്ഞു കൊടുത്താൽ അവർ അതപ്പോൾ തന്നെ ഇട്ട് ഫ്രൈ ആക്കി തരും. ഇനി അതുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി കൂടെ ചെയ്യാം. ഇവിടെ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ നിന്നൊരു ഫിഷ് മേടിച്ചു. 600 20 ரூபாய்க்கு வாங்கி 600 ரூபாய்க்கு கொடுப்பனாக்கா குடிக்க சொல்றீங்க. നോട്ട് എടുത്തിട്ടാണ്. അങ്ങനെ എൻ്റെ അമ്മയുടെ ശക്തമായ വിലപേശലിനൊടുവിൽ 700 രൂപയുടെ സാധനം നമുക്ക് 700 രൂപയ്ക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. ഇതിൽ നിന്നും ഒരെണ്ണം നമ്മൾ അവസാനം തിരഞ്ഞെടുത്തു. അത് അവസാനം ഫ്രൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി.
എന്തായാലും സംഭവം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. കൊള്ളാം അപ്പു. അങ്ങനെ നല്ലൊരു ഫിഷ് ഫ്രൈയും കൂടെ നമ്മൾ കഴിച്ച് യാത്ര തിരിച്ചു. ഇനി പോകുന്ന വഴിക്ക് പാമ്പൻ പാലത്തിൽ ഒന്നുകൂടെ ഇറങ്ങണം. കാരണം ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് അത് തന്നെയാണ്. പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഈ ബ്രിഡ്ജിൽ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് വേണം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളൊന്ന് കാണുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തു. നല്ല ഉഗ്രൻ കാറ്റുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഈ പാമ്പൻ പാലം നിലവിൽ ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ കടൽ പാലമാണ്. 1ാം സ്ഥാനം ആയിരുന്നു, ഇപ്പോൾ അത് നിലവിൽ മുംബൈയിലുള്ള ഒരു ബ്രിഡ്ജാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ഞാൻ ഫ്രാൻസിലോട്ട് പോകുന്നുണ്ട്, അതിൻ്റേതായിരിക്കും. ഓൾറെഡി ടിക്കറ്റും വിസ എല്ലാം റെഡിയാണ്. 20-ാം തീയതി രാവിലെ ഇവിടെ നിന്നും ദുബായ്, അതുവഴി സ്വിറ്റ്സർലാൻഡ്, അങ്ങനെയായിരിക്കും പ്ലാനിങ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.